ആരും പേടിക്കണ്ട. ഇതെന്റെ അമ്മയുടെ 30 വർഷം മുന്നുള്ള കല്യാണത്തിന്റെ ലുക്കാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്ന പുഷ്പലത ചേച്ചിയാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ അമ്മേനെ 30 വർഷത്തേക്ക് ഇപ്പുറം ഞാൻ ഒന്ന് സുന്ദരിയാക്കാൻ വേണ്ടി പോവാണ്. അമ്മയുടെ കല്യാണ ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്റെ കൈ കിട്ടിയ എല്ലാ സാധനവും അമ്മയുടെ മുഖത്ത് ഇങ്ങനെ വയറ് തൂക്കുന്നൊക്കെ ഉണ്ട്. അമ്മ പാവം മിണ്ടാതിരുന്ന് തരുന്നുണ്ട്. എനിക്ക് വയറുവേദനയും പീരിയഡ്സ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും മിണ്ടാതിരുന്ന കരയുന്നോർത്ത് അമ്മ ഞാൻ പറയണതിന് എല്ലാത്തിനും തുള്ളി തരുകയും ചെയ്തു. അപ്പൊ കൈ കിട്ടിയതെല്ലാം ഇങ്ങനെ വാരി തേച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ണെഴുതാൻ നോക്കിയത്. കണ്ണെഴുതാനാണ് എനിക്ക് എത്തുന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. അമ്മയുടെ മടി കയറിയിരുന്നോണ്ട് തന്നെ അങ്ങ് കണ്ണെഴുതി. പാവം എന്റെ വെയിറ്റ് തായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പയ്യെ പയ്യെ മേക്കപ്പിന്റെ ഒക്കെ എൻഡിലോട്ട് എത്തിയപ്പോഴത്തേക്കും അമ്മേനെ നല്ല സുന്ദരി കുട്ടിയാക്കി ഞാൻ റെഡിയാക്കി. പിന്നെ കൈ കിട്ടിയ കമ്മലിന് കളർ നെയിൽ പോളിഷും അടിച്ച് അത് അമ്മയുടെ കാതിലും ആക്കി. പിന്നെ അമ്മയുടെ എലഗന്റ് ആയിട്ടുള്ള കല്യാണ സാരി അമ്മേനെ ഉടുപ്പിച്ചു. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളറില്ലേ, വയലറ്റ് ആൻഡ് പിങ്ക്, ആ കളറിലെ സാരിയൊക്കെ അമ്മേനെ സെറ്റ് ആയിട്ട് ഉടുപ്പിച്ച് ഫുൾ ഞാൻ ടേക്ക് ഓവർ ചെയ്തേക്കായിരുന്നു. അമ്മയ്ക്ക് സാരി തന്നെ ഉടുക്കാൻ അറിയാം, പക്ഷെ എന്നാലും ഞാൻ തന്നെ ഉടുപ്പിക്കുന്നു പറഞ്ഞ് ഞാൻ തന്നെ ഇരുന്ന് സാരിയൊക്കെ ഉടുത്ത് പ്ലീറ്റ് ഒക്കെ വെച്ച് എന്റെ കയ്യിലുണ്ടായിരുന്ന മാലയും വളയും അതുപോലെ തന്നെ കിട്ടിയ ഒരു അരപ്പട്ടയൊക്കെ ഇട്ട് ഓടത്തില്ലാത്തൊരു വാച്ചും കെട്ടിക്കൊടുത്ത് അമ്മേനെ സുന്ദരിയാക്കി. ഇതാ പുതിയ കല്യാണ ലുക്കിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്റെ അമ്മയുടെ പുതിയ 30 വർഷത്തിന് ശേഷമുള്ള കല്യാണ ലുക്ക് അതേ സാരിയിലെ കുറച്ച് എന്താ പറയാ എന്റെ കൈപ്പൊടിക്കൈകൾ ഇട്ടുള്ള ഒരു കല്യാണ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. എന്റെ മേക്കപ്പ്